ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡ്. അപ്പോൾ നമ്മൾ കാർഡിയോടോണിക്സ് നോക്കാൻ പോകുന്നത് ഡിജിറ്റാലിസ് ആണ്. നമുക്ക് രണ്ട് ഡ്രഗുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഇതിൽ ഡിജിറ്റാലിസ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ സിനോണിം പറയുവാണെങ്കിൽ ഡിജിറ്റാലിസ്, പേർപ്പിൾ ഫോക്സ് ഗ്ലൗ, ഫിംഗർ ഫ്ലവർ, ലേഡീസ് ഗ്ലൗ, ഫോക്സ് ഗ്ലൗ ലീവ്സ്, ഫോളിയ ഡിജിറ്റാലിസ് ആണ്. സോ ഇതിനകത്ത് ഈ പേർപ്പിൾ ഫോക്സ് ഗ്ലൗ ചോദിച്ചിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്ന നിർബന്ധമൊന്നുമില്ല, ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബയോളജിക്കൽ സോഴ്സ് പറയുവാണെങ്കിൽ ലീഫ് തന്നെയാണ്, ഡ്രൈഡ് ലീവ്സ് ഓഫ് ഡിജിറ്റാലിസ് പർപ്യൂറ. ചിലതിൽ ഡിജിറ്റാലിസ് പർപ്യൂറ ലിൻ എന്ന് കാണാറുണ്ട്. സോ ഡിജിറ്റാലിസ് പർപ്യൂറ ആൻഡ് ഡിജിറ്റാലിസ് ലാനേറ്റ ലിൻ എന്നും കാണാറുണ്ട് കേട്ടോ. സോ ഡിജിറ്റാലിസ് പർപ്യൂറ ആൻഡ് ഡിജിറ്റാലിസ് ലാനേറ്റ ആണ്. ഫാമിലി സ്കോഫുലാരിയേസി മറന്നു പോകരുത്. ഫാമിലി സ്കോഫുലാരിയേസി രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം ഞാൻ എന്ത് പറഞ്ഞു? ഇത് ഡ്രൈഡ് ലീഫ് ആണല്ലേ. അപ്പോൾ അതുമാത്രമല്ല ഡിജിറ്റാലിസ് പർപ്യൂറ ആൻഡ് ഡിജിറ്റാലിസ് ലാനേറ്റ ആണ്. ഫാമിലി സ്കോഫുലാരിയേസി മറന്നു പോകില്ലല്ലോ, പഠിച്ചില്ലേ? സോ ഡിസ്ക്രിപ്ഷൻ പറയുവാണെങ്കിൽ ഇന്ത്യയിൽ കാശ്മീർ, മുങ്കാപ്പോ, നിൽഗ്രിൻ ഹിൽസിലാണ് കൂടുതലും കാണുക. ഇപ്പം നമ്മളൊരു ലീഫ് എടുക്കുവാണെങ്കിൽ അതിൽ മിനിമം 0.3% കുറയാതെ എന്തുണ്ടാവണം? കാർഡിനോലൈറ്റ്സ് ഉണ്ടായിരിക്കണം. അതായത് കാൽക്കുലേറ്റ് അസ് ഡിജോക്സിൻ. അത് ഡിജിറ്റോക്സിൻ ആയിട്ടാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുക. ഡിജിറ്റോക്സിൻ ആണ്, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. 0.3% ടോട്ടൽ ഉണ്ടായിരിക്കണം, കുറയാൻ പാടില്ല കേട്ടോ. സോ നമ്മൾ ഈ ഇല പറിച്ച് ഉടനെ തന്നെ 60°C താഴെ നമ്മൾ ഉണക്കി എടുത്തിട്ടുണ്ടായിരിക്കണം. ഷുഡ് കണ്ടെയ്ൻ നോട്ട് മോർ ദൻ 5% മോയ്സ്ചർ. ഇപ്പോൾ ഏകദേശമൊക്കെ ലീഫ് എടുക്കുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ ലീഫ് എടുക്കുന്ന ഒരുപാട് ഡ്രഗുകളുടെ മോയ്സ്ചർ എപ്പോഴും 5% ആയിരിക്കും നമ്മൾ നോക്കുക, അല്ലെങ്കിൽ 5% ആയിരിക്കും നമ്മൾ ആ ഒരു ബ്രിമ്മ് വെക്കുക കേട്ടോ. അത് ഏകദേശം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അങ്ങോട്ട് ഒരുപാട് ഡ്രഗ്സുകളെ പറ്റി പഠിക്കും, അപ്പം നമുക്കത് നോക്കാം. ആൻഡ് ഡോഴ്സി വെൻട്രൽ ലീവ് വിത്ത് അനമോസൈറ്റിക് സ്റ്റൊമാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോഴ്സി വെൻട്രൽ ലീഫ് ആണ്, അനമോസൈറ്റിക് സ്റ്റൊമാറ്റ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ അപ്പർ എപ്പിഡെർമിസ്. അപ്പർ എപ്പിഡെർമിസിൽ അനമോസൈറ്റിക് സ്റ്റൊമാറ്റോ ആണ് കേട്ടോ. സോ സ്റ്റൊമാറ്റോ ഷേപ്പ് അറിയാലോ അല്ലെ, രണ്ട് ഡംബൽ ഷേപ്പിലും ഉണ്ടായിരിക്കും ആൻഡ് ബീൻ ഷേപ്പിൽ ഉണ്ടായിരിക്കും. സോ സ്റ്റൊമാറ്റോയുടെ നിങ്ങൾ ജസ്റ്റ് നെറ്റ് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഒക്കെ മനസ്സിലാവും കേട്ടോ. സോ പ്രസൻസ് ഓഫ് ഗ്ലാൻഡുലർ ട്രൈക്കോംസ്. സോ ഇതിൽ ഗ്ലാൻഡുലർ ട്രൈക്കോംസുകൾ ഉണ്ടായിരിക്കും. ഒരു ഹെഡ് ഉണ്ടായിരിക്കും, ഒരു ലോങ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും, യൂണിസെല്ലുലർ സ്റ്റോക്ക് ആയിരിക്കും ആൻഡ് ബൈസെല്ലുലർ ഹെഡ് ആയിരിക്കും കേട്ടോ. സോ ലീഫ് ആണെങ്കിൽ ഒവേറ്റ് ലാൻസോലേറ്റ് ആണ്. ഒവേറ്റ് ലാൻസോലേറ്റ് ആണ്. നമ്മളിത് പറഞ്ഞു, സെന്ന പറഞ്ഞപ്പോൾ ഒവേറ്റ് ലാൻസോലേറ്റ്, അമേരിക്കൻ സെന്ന, ഇന്ത്യൻ സെന്ന, സിനവേനി സെല്ല എന്നൊക്കെ ഡിഫറൻസ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചതാണ്. വിത്ത് സെർനേറ്റ് മാർജിൻ ഉണ്ടെന്ന്, സെർനേറ്റ് അല്ലെങ്കിൽ ക്രിനേറ്റ് മാർജിൻ ആണ്. സോ ഇതിൽ കാൽഷ്യം ഓക്സലേറ്റ് ഒന്നുമില്ല, സ്റ്റോൺ സെൽസുകളും ഇല്ല, സ്ക്ലീറൻ കൈമ സ്റ്റോൺ സെൽസുകളും ആബ്സെൻസ് ആണ്, ഫ്രീ ഓഫ് കാൽഷ്യം ഓക്സലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്ത് പറഞ്ഞു? കാശ്മീർ, മുങ്കാപ്പോ, നിഗ്രി ഹിൽസ് എന്ന് പറഞ്ഞു. സോ 0.3% കുറയാൻ പാടില്ല, 60°C ചെയ്യണം, 55% മോയ്സ്ചർ ആയിരിക്കണം. ഡോഴ്സി വെൻട്രൽ ലീഫ് വിത്ത് അനമോസൈറ്റിക് സ്റ്റൊമാറ്റോ അപ്പർ എപ്പിഡെർമിസിലുണ്ട്. പ്രസൻസ് ഓഫ് ഗ്ലാൻഡുലർ ട്രൈക്കോംസ് ആൻഡ് ലീഫ് ഓഫ് എയ്റ്റ് ലാൻസുലേറ്റ് വിത്ത് ക്രിനേറ്റ് മാർജിൻ ആൻഡ് ഫ്രീ ഓഫ് കാൽഷ്യം ഓക്സലേറ്റ്. എളുപ്പമല്ല, സിമ്പിളാണ്, ഒന്നുമില്ല. സോ നമ്മൾ ഡിജിറ്റാലിസ് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഡ്രഗുകൾ നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സോഴ്സുകൾ നമ്മൾ പറയുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഡിജിറ്റാലിസ് ലനേറ്റ അല്ലെങ്കിൽ ഓസ്ട്രിയൽ ഡിജിറ്റാലിസ് എന്ന് പറയൂട്ടോ. പല വെറൈറ്റീസ്. സോ മോസ്റ്റ് പൊട്ടൻറ്റ് ദാൻ ഡിജിറ്റാലിസ് പർപ്യൂർ. ഡിജിറ്റാലിസ് പർപ്യൂറിനേക്കാളും മോസ്റ്റ് പൊട്ടൻ്റ് ആണ്. സോഴ്സ് ഓഫ് ഡിജോക്സിൻ, ഡിജോക്സിജനിൻ ആൻഡ് ഡിജിറ്റാനിജനിൻ ആൻഡ് സ്പെസിഫിക് ടു ലനേറ്റ. കെമിക്കൽ കോൺസ്റ്റന്റ് ഇൻക്ലൂഡ് ലാൻഡോസൈഡ് A, B, C, D, E, കണ്ടെയ്ൻ അസെറ്റിലേറ്റ് ഡിജോക്സ് ഷുഗർ. സോ ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് എന്ത്? ഈ ഡിജിറ്റാലിസ് ലനേറ്റ. കാരണം ഒരുപാട് യൂസുകളും അല്ലെങ്കിൽ ഫർദർലി സിഗ്നിഫിക്കൻസ്ലി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് കേട്ടോ. സോ മോർ പൊട്ടൻറ്റ് ദാൻ ഡിജിറ്റാലിസ് പർപ്യൂറ ആണ്. സോഴ്സ് ഓഫ് ഡിജോക്സിൻ ഉണ്ട്, ഡിജോക്സിജനിൻ ഉണ്ട് ആൻഡ് ഡിജിനാറ്റിജനിൻ ഉണ്ട്, സ്പെസിഫിക് ടു ലനേറ്റ. സോ കെമിക്കൽ കോൺസ്റ്റന്റ് എന്തൊക്കെയുണ്ട്? ലാൻഡോസൈഡ് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട് കേട്ടോ. സോ കണ്ടെയ്ൻ അസെറ്റിലേറ്റഡ് ഡിജോക്സ് ഷുഗറും ഉണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഡിജിറ്റാലിസ് ലുറ്റിയ. അതിന് സ്ട്രോ ഫോക്സ് ഗ്ലൗ എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഡിജിറ്റാലിസ് തപ്സിയ, സ്പാനിഷ് ഫോക്സ് ഗ്ലൗ എന്നാണ് പറയുക. സോ ജസ്റ്റ് ഏതൊക്കെയാണ് ഡ്രഗുകൾ അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സ് ഡ്രഗുകൾ നമ്മൾ എടുക്കും എന്നുള്ളത് മാത്രമേ ജസ്റ്റ് പറയുന്നുള്ളൂ കേട്ടോ. സോ ബേസിക്കലി കെമിക്കൽ കോൺസ്റ്റന്റ് ഞാൻ ആദ്യമേ പറയുന്നുണ്ട്. സോ മൈക്രോസ്കോപ്പി നമ്മൾ പറയാം. സോ ലീഫിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു, ഡോഴ്സി വെൻട്രൽ ലീഫ് ആണല്ലേ. സോ ദ ലീഫ് എക്സിബിറ്റ് ഡോഴ്സി വെൻട്രൽ, ഓൾസോ കോൾഡ് as ബൈഫേഷ്യൽ സ്ട്രക്ചർ.
structure, meaning it has a distinct upper and lower epidermal layer with a different function. അതായത് ഈ ലീഫിൽ അപ്പർ എപ്പിഡെർമിസ് എന്നും ലോവർ എപ്പിഡെർമിസ് എന്നും പറഞ്ഞിട്ട് എന്തുണ്ട്, രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ലെയർ തന്നെയുണ്ട്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ടിനും രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്, സെയിം ഫങ്ഷൻ അല്ല, രണ്ടിനും രണ്ട് ഫങ്ഷൻസ് ആണ്. ഇനി സ്റ്റൊമാറ്റ പറയുവാണെങ്കിൽ അനമോസൈറ്റിക് സ്റ്റൊമാറ്റ നമ്മൾ ഓൾറെഡി മെൻഷൻഡ് ആണ്. സ്റ്റൊമാറ്റ ആർ പ്രസന്റ് ദ അപ്പർ എപ്പിഡെർമിസ് ആൻഡ് ദേ ഫോളോ ദ അനമോസൈറ്റിക് ട്രൈപ്പോസ്റ്റൊമാറ്റൽ കോംപ്ലക്സ് characterized by absence of subsidiary cell surrounding the guard cells. So basically അനമോസൈറ്റിക് സ്റ്റൊമാറ്റോ ആണ് ഞാൻ പറഞ്ഞു. എവിടെയാണ് കാണുക? അപ്പർ എപ്പിഡെർമിസിലാണ് കാണുക. അത് മാത്രമല്ല എന്താണ്, characterized by the absence of subsidiary cell surrounding the guard cells. അതായത് ഇതിൽ എന്താണ്, സബ്സിഡറി സെൽസുകൾ ഇല്ല കേട്ടോ. ഈ ഗാർഡ് സെൽസിന് സറൗണ്ടിങ് സബ്സിഡറി സെൽസ് ഉണ്ടാവില്ല. സ്റ്റൊമാറ്റോയുടെ ബേസിക് സ്ട്രക്ചറാണ് ഞാൻ പറഞ്ഞ, ടൈം കളയുന്നില്ല, കാരണം നമുക്ക് അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ബേസിക് നിങ്ങൾ പണ്ടേ പഠിക്കുന്ന കാര്യമാണ്. സോ ട്രൈക്കോം, കവറിംഗ് ട്രൈക്കോം ആണ്, യൂണിസെറിയേറ്റ് ആണ്. മൾട്ടി സെല്ലുലർ ട്രൈക്കോം വിത്ത് സിംഗിൾ റോ ഓഫ് സെൽ. സോ മൾട്ടി സെല്ലുലർ ട്രൈക്കോംസ് ആണ് കേട്ടോ. ആൻഡ് മൾട്ടി സെല്ലുലർ കംപ്രസ് ഓഫ് 3 to 5 cells. സോ യൂണിസെറിയേറ്റ് ആണെങ്കിൽ there are മൾട്ടി സെല്ലുലർ ട്രൈക്കോം വിത്ത് സിംഗിൾ റോ ഓഫ് സെൽ. ഒരു സിംഗിൾ റോയിൽ തന്നെ മൾട്ടി സെല്ലുലർ ട്രൈക്കോംസ് ഉണ്ട്. ആൻഡ് മൾട്ടി സെല്ലുലർ ഉണ്ട്, കംപ്രസിംഗ് 3 to 5 സെൽസുകൾ ഉണ്ടായിരിക്കും. ദീസ് ട്രൈക്കോം ലൈക്ലി പ്രൊവൈഡ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓൺ ലീഫ് സർഫസ്. സോ വേറെ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. മൾട്ടി സെല്ലുലാർ ആണെങ്കിലും ഈ ട്രൈക്കോംസ് യൂണിസെറിയേറ്റും ഉണ്ട്, മൾട്ടി സെല്ലുലാറും ഉണ്ട്. യൂണിസെറിയേറ്റ് ആണെങ്കിൽ സിംഗിൾ റോയിൽ കാണുകയും മൾട്ടി സെല്ലുലാർ ആണെങ്കിൽ ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ, ഫംഗ്ഷൻ, അല്ലാണ്ട് വേറെ ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. സോ ഗ്ലാൻഡുലർ ട്രൈക്കോം ആണെങ്കിൽ യൂണിസെല്ലുലാർ സ്റ്റാക്കും ഉണ്ട്, ബൈസെല്ലുലാർ ഹെഡും ഉണ്ട്. സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുമ്പോൾ ഇത് ഇങ്ങനെയല്ല കാണുക, ഒരുപാട് ഈ മൈക്രോസ്കോപ്പിന് ഒരു 4-5 പേജ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ അതിനെ കട്ട് ഷോട്ട് ചെയ്ത് എളുപ്പത്തിനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ യൂണിസെല്ലുലാർ സ്റ്റോക്ക് ആണെങ്കിൽ സ്റ്റോക്സ് ഓഫ് ദീസ് ട്രൈക്കോം കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സെല്ല്. സോ യൂണിസെല്ലുലാർ എന്ന് പേര് പറയുന്നത് പോലെ തന്നെ ഒരൊറ്റ സെല്ലായിരിക്കും. ഈ ബൈസെല്ലുലാർ എന്ന് പറയുമ്പോൾ എന്താണ്, ദ ഹെഡ് ഓഫ് ദ ട്രൈക്കോം ഈസ് കമ്പോസ്ഡ് ഓഫ് 2 cells. ഹെഡ് എന്ന് പറഞ്ഞാൽ 2 cells ആയിരിക്കും, ഹെഡ് 2 cells ആയിരിക്കും. ആൻഡ് ഗ്ലാൻഡുലർ ട്രൈക്കോംസ് ക്യാൻ പ്രൊഡ്യൂസ് എ സെക്രീറ്റ് സബ്സ്റ്റൻസ് ആൻഡ് ടു കോസ് ഡിജിറ്റാലിസ് ദേ മൈറ്റ് പ്ലേ എ റോൾ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ആക്റ്റീവ് കമ്പോണന്റ്. അതായത് ഇതിൽ നിന്ന് ഒരു സെക്രട്ടറി സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതാണ് ഈ ഡിജിറ്റാലിസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതും. ദേ മൈറ്റ് പ്ലേ റോൾ ഇൻ ദ ഫംഗ്ഷൻ ഓഫ് ആക്റ്റീവ് കമ്പോണന്റ്. ഈ ആക്റ്റീവ് കമ്പോണന്റ് ഉണ്ടാക്കുന്നതിൽ ഒരു റോൾ ഇവർ പ്ലേ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, ഹെഡ് ഓഫ് ദ ട്രൈക്കോം ഈസ് കമ്പോസ്ഡ് ഓഫ് 2 cells ആണ്. ഗ്ലാൻഡുലർ ട്രൈക്കോംസിൽ ഒരു സെക്രട്ടറി സബ്സ്റ്റൻസ് വരാറുണ്ട്, അതാണ് ഡിജിറ്റാലിസിന് ഉണ്ടാക്കാനുള്ള കാരണം എന്നാണ് പറയുന്നത്. അതൊരു മേജർ റോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് എൻ്റെ ആക്റ്റീവ് കോമ്പൗണ്ട് എന്നും പറയുന്നു. സോ സിമ്പിളാണ്, നിങ്ങൾ വിചാരിക്കും പോലെയൊന്നും അല്ല. ഈ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. ലീഫ് മാർജിൻ പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒവേറ്റ് ലാൻഡ്സ്കേപ്പ് ഷേപ്പാണ്, സ്ക്രിനേറ്റ് മാർജിൻ ആണെന്ന് പറഞ്ഞു അല്ലേ. ഇൻഡിക്കേറ്റ് വേവി ഓർ റൗണ്ട് മാർജിൻ വിത്ത് ഷാലോ റൗണ്ട് ടീത്ത്. സോ അത് ആ ഒരു എന്റെ സ്ട്രക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് സെല്ലുലാർ കമ്പോണൻസ് പറയുവാണെങ്കിൽ ഫ്രീ ഫ്രം കാൽഷ്യം ഓക്സലേറ്റ്, ഞാൻ പറഞ്ഞു കാൽഷ്യം ഓക്സലേറ്റ്സ് ഇല്ല. ആൻഡ് ഫ്രീ ഫ്രം സ്ക്ലീറൻ കൈമ അല്ലെങ്കിൽ സ്റ്റോൺ സെൽസും അവിടെ ഇല്ല കേട്ടോ. സോ ഇതൊക്കെ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞതിന്റെ ഡിസ്ക്രിപ്ഷന്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്. ട്രൈക്കോം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ന്യൂമറസ് കവറിംഗ് ട്രൈക്കോംസ് ഉണ്ട്. ദ ലീവ്സ് സർഫസ് ഹാവ് എ സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് കവറിംഗ് ട്രൈക്കോം, അതിൽ ഒരുപാട് കവറിംഗ് ട്രൈക്കോംസ് ഉണ്ട്. ആൻഡ് ഫ്യൂ കൊളാപ്സ്ഡ് സെൽ ട്രൈക്കോംസും ഉണ്ട്, കുറച്ച് കൊളാപ്സ്ഡ് ഉള്ള സെൽ ട്രൈക്കോംസും ഉണ്ട്. അതായത് ലൈക്ക് എന്താണ്, ഇവിടെ ഡിഫൻസ് മെക്കാനിസം ആണ് ട്രൈക്കോംസിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫൻസ് മെക്കാനിസം മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ഫംഗ്ഷൻസോ കാര്യങ്ങളോ മൂവ്മെന്റോ ഒന്നും ഇല്ല കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. സോ ഇനിയാണ് കെമിക്കൽ കോൺസ്റ്റന്റ് പറയാൻ പോകുന്നത്. ഡീറ്റെയിൽസ് ലീവ്സിൽ കെമിക്കൽ കോൺസ്റ്റന്റ് 0.2 to 0.4% ആയിരിക്കും, ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്ലൈക്കോസൈഡ്. സോ ഇപ്പൊ ഇതെന്ത് മനസ്സിലാക്കി? പ്രൈമറി ഗ്ലൈക്കോസൈഡും സെക്കൻഡറി ഗ്ലൈക്കോസൈഡും എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ പ്രൈമറി ഗ്ലൈക്കോസൈഡ് ഉണ്ട്, സെക്കൻഡറി ഗ്ലൈക്കോസൈഡ് ഉണ്ട്. 0.2 to 0.45% ആയിരിക്കും. സോ പ്രൈമറി കാർഡിയക് ഗ്ലൈക്കോസൈഡ് പർപ്യൂര ഗ്ലൈക്കോസൈഡ് A and B ആയിരിക്കും. ഏതൊക്കെയായിരിക്കും? പർപ്യൂറോ ഗ്ലൈക്കോസൈഡ് A and B ആയിരിക്കും. ലെസ് സ്റ്റേബിൾ ആൻഡ് ലെസ് അബ്സോർബ്ഡ് ആണ്. സോ ഗ്ലൂക്കോജിറ്റാലോക്സിൻ ഉണ്ട്, ആണ് ദ പ്രൈമറി ഗ്ലൈക്കോസൈഡ്. മറ്റൊരു പ്രൈമറി ഗ്ലൈക്കോസൈഡ് ആണ് ഗ്ലൂക്കോജിറ്റാലോക്സിൻ. സോ പ്രൈമറി ഗ്ലൈക്കോസൈഡ് രണ്ടാണ്, പർപ്യൂര ഗ്ലൈക്കോസൈഡ് A and B ആൻഡ് ഗ്ലൂക്കോജിറ്റാലോക്സിൻ ആണ്. സോ പർപ്യൂര ഗ്ലൈക്കോസൈഡ് എയും ബിയും ലെസ്
ലെസ് സ്റ്റേബിൾ, ലെസ് അബ്സോർബ്ഡ് ആയിരിക്കും. ഗ്ലൂക്കോജിറ്റാലോക്സൈൻ എന്തായിരിക്കും? അനദർ പ്രൈമറി ഗ്ലൈക്കോസൈഡ് ആയിരിക്കും. സോ നെക്സ്റ്റ് വൺ സെക്കൻഡറി കാർഡിയോ ഗ്ലൈക്കോസൈഡ് ആണ്. ഡിജോക്സിൻ ഉണ്ട്, സെക്കൻഡറി കാർഡിയോ ഗ്ലൈക്കോസൈഡ് ആണ്. ഡിജിറ്റോക്സിൻ ഉണ്ട്, അനദർ സെക്കൻഡറി കാർഡിയോ ഗ്ലൈക്കോസൈഡ് ആണ്. ഡിജിറ്റാലോക്സിൻ ഉണ്ട്, അനദർ സെക്കൻഡറി കാർഡിയോ ഗ്ലൈക്കോസൈഡ്. സിമ്പിൾ അല്ലേ? ഡിജോക്സിൻ ഉണ്ട് ആൻഡ് ജിറ്റാലോക്സിൻ ഉണ്ട് കേട്ടോ. 3 ഉള്ളത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പോസിഷൻ ഓഫ് പർപ്യൂര ഗ്ലൈക്കോസൈഡ് എ ആൻഡ് ബി. എൻ്റെയും ബിൻ്റെയും പർപ്യൂര ഗ്ലൈക്കോസൈഡിന്റെ കമ്പോസിഷൻ ആണ്. പർപ്യൂര ഗ്ലൈക്കോസൈഡ് എ ആണെങ്കിൽ ഡിജോക്സിൻ പ്ലസ് ഗ്ലൂക്കോസ് ആയിരിക്കും ആൻഡ് ഡിജിറ്റോക്സോജെനിൻ പ്ലസ് 3 ഡിജിറ്റോക്സോസ് ആയിരിക്കും കേട്ടോ. സോ പർപ്യൂര ഗ്ലൈക്കോസൈഡ് എന്തായിരിക്കും? ഡിജോക്സിൻ പ്ലസ് ഗ്ലൂക്കോസ് ആൻഡ് ഡിജോക്സിൻ പ്ലസ് 3 ഡിജിറ്റോക്സോൺ ആയിരിക്കും. പർപ്യൂര ഗ്ലൈക്കോസൈഡ് ബി ആണെങ്കിൽ ഡിജിറ്റോക്സിൻ പ്ലസ് ഗ്ലൂക്കോസ് ആൻഡ് ഡിജിറ്റോക്സിജെനിൻ പ്ലസ് 3 ഡിജിറ്റോക്സ് ആയിരിക്കും കേട്ടോ. സോ സഫോണിൻ ഗ്ലൈക്കോസൈഡ് ആണെങ്കിൽ 2 സഫോണിൻ ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഡിജിറ്റോണിനും ഡിജിറ്റോനിനുമാണുള്ളത് കേട്ടോ. 2 സഫോണിൻ ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്. സോ കമ്പോസിഷൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പഠിക്കൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതർ ഗ്ലൈക്കോസൈഡ് ഒഡറോസൈഡ് H ഉണ്ട്, ജിറ്റാലോക്സിൻ ഉണ്ട്, വെറോഡോക്സിൻ ഉണ്ട് ആൻഡ് ഗ്ലൂക്കോ വെറോഡോക്സിൻ ഉണ്ട്. ഇത്രയുമാണ് അനദർ ഗ്ലൈക്കോസൈഡ്സുകൾ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ അങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. സോ ഹൈഡ്രോളിസിസ്, അതായത് ഹൈഡ്രോളിസിസ് ഓഫ് പർപ്യൂര ഗ്ലൈക്കോസൈഡ് ബൈ ഡിജിപ്യൂരിഡേസ് എൻസൈം. ഹൈഡ്രോളിസിസ് ഓഫ് വെറോഡോക്സിൻ ഈൽഡ് ഡിജിറ്റാലോക്സിൻ ആൻഡ് ഡിജിറ്റാലോക്സ്. അതായത് ഞാൻ ഇവിടെ ഈ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സോ പർപ്യൂര ഗ്ലൈക്കോസൈഡ് ഈ എൻസൈമാറ്റി ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ ഡിജോക്സിൻ പ്ലസ് ഗ്ലൂക്കോസ് കിട്ടുന്നു. പിന്നെ ഫർദർലി ഹൈഡ്രോക്സിയും ഡിജോക്സിജനും പ്ലസ് 3 ഡിജോക്സോണും കിട്ടുന്നു. പർപ്യൂര ഗ്ലൈക്കോസൈഡ് ബി എൻസൈമാറ്റി ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ ഡിജോക്സിൻ പ്ലസ് ഗ്ലൂക്കോസ് കിട്ടുന്നു. അതിന് ഫർദർലി ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ ഡിജിറ്റോക്സിജനിനും 3 ഡിജിറ്റോക്സസും കിട്ടുന്നു. അങ്ങനെ ഉള്ള ഈ ഒരു സംഭവം ഞാനൊന്ന് ഫർദർലി അവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഡിസോക്സി ഷുഗർ ഉണ്ട് ആൻഡ് സഫോണിൻ ആൻഡ് ഫ്ലേവനോയിഡ്സ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് സഫോണിൻസ് ആണ് ഡിജിറ്റോണിൻ, ടിഗോണിൻ ആൻഡ് ഡിജിറ്റോണിൻ ആണ്. ആൻഡ് സൈനർജിക് എഫക്ട്, വെർഡോക്സിൻ ഫൗണ്ട് സൈനർജിക്കലി പൊട്ടൻഷിയേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് ഡിജോക്സിൻ. സോ ഡിജോക്സിന്റെ ആക്ടിവിറ്റി കൂട്ടാനായിട്ട് വെറോഡോക്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൈനർജിക് ആക്ടിവിറ്റി എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഇച്ചിരി ഫർദർലി ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും, ബട്ട് സ്റ്റിൽ എളുപ്പമാണ് കേട്ടോ. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് ഭാഗം, കെമിക്കൽ ടെസ്റ്റ് പറയാൻ പോവാണ്. ഡിജിറ്റൈസ് ഗ്ലൈക്കോസൈഡ് 5 മെമ്പേർഡ് ലാക്ടോൺ റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന ടെസ്റ്റുകൾ പോസിറ്റീവ് കാണിക്കും. ശ്രദ്ധിക്കണം, 5 മെമ്പേർഡ് ലാക്ടോൺ റിംഗ് ആയതുകൊണ്ടാണ് ഈ ടെസ്റ്റുകൾ പോസിറ്റീവ് കാണിക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ബെൽജറ്റ് ടെസ്റ്റ്. ഒരു തിക്ക് സെഷൻ ഓഫ് ലീഫ് എടുക്കുക, സോഡിയം പിക്രറ്റ് റിയേജന്റ് ആഡ് ചെയ്യുക, യെല്ലോ ടു ഓറഞ്ച് കളർ കിട്ടും. അത് ഗ്ലൈക്കോസൈഡ് ഉണ്ട്. ലീഗൽ ടെസ്റ്റ് ആണ്. ഗ്ലൈക്കോസൈഡ് ഡിസോൾവ് ചെയ്യുക ഇൻ പിരിഡിൻ ആൻഡ് സോഡിയം നൈട്രോപ്രോസൈഡ് സൊല്യൂഷൻ. പിരിഡിൻ ആൻഡ് സോഡിയം നൈട്രോപ്രോസൈഡിലേക്ക് നമ്മൾ ഡിസോൾവ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈസ് ആഡഡ് ഇറ്റ് മേ ആൻഡ് മേക്ക് ആൽക്കലൈൻ. പിങ്ക് ടു റെഡ് കളർ ഇസ് പ്രൊഡ്യൂസ്. സോ എന്താണ്? പിങ്ക് ടു കളർ റെഡ് കളർ കിട്ടും. ബെൽജറ്റ് ഞാൻ പറഞ്ഞു, തിക് സെഷൻ ഓഫ് ലീഫ്, സോഡിയം പിക്രേറ്റ് റിയേജന്റ്, യെല്ലോ ടു ഓറഞ്ച് കളർ, പ്രസൻസ് ഓഫ് ഗ്ലൈക്കോസൈഡ്. ലീഗൽ ടെസ്റ്റ്, ഗ്ലൈക്കോസൈഡ് ഡിസോൾവ് വിത്ത് പിരിഡിൻ ആൻഡ് സോഡിയം നൈട്രോപ്രോസൈഡ് സൊല്യൂഷൻ ഇസ് ആഡഡ് ടു ഇറ്റ്സ് ആൻഡ് മേക്ക് ആൽക്കലൈൻ. ആൽക്കലൈൻ ആക്കുന്നു ആൻഡ് പിങ്ക് ടു റെഡ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സിമ്പിൾ ടെസ്റ്റുകളാട്ടോ. ഇതാണ് ഇമ്പോർട്ടൻറ്റ് കലർക്കിലിൻ ടെസ്റ്റ്. ദ ഐസൊലേറ്റ് ഗ്ലൈക്കോസൈഡ് ഈസ് ഡിസോൾവ് ഇൻ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ആൻഡ് ഡ്രോപ്പ് ഓഫ് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ഈസ് ആഡഡ് ഫോളോഡ് ബൈ അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് വിച്ച് ഫോം എ ലോവർ ലെയർ. എന്താ വെച്ചാൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത ഗ്ലൈക്കോസൈഡിനെ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡിൽ എന്ത് ചെയ്യുക? ഡിസോൾവ് ചെയ്തിട്ട് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ, എന്നിട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു ലോവർ ലെയർ ഫോം ചെയ്യും. ഇനി എ റെഡിഷ് ബ്രൗൺ കളർ ഈസ് സീൻ ഇൻ ബിറ്റ്വീൻ 2 ലിക്വിഡ് ആൻഡ് ദ അപ്പർ ലെയർ ബിറ്റ്വീൻ ബ്ലൂയിഷ് ഗ്രീൻ. സോ ഇതിനിടയിൽ തന്നെ ഒരു റെഡിഷ് ബ്രൗൺ കളർ നമുക്ക് കാണാൻ പറ്റും 2 ലിക്വിഡിനിടയിൽ. അപ്പോൾ ഒരു അപ്പർ ലെയർ ലോവർ ലെയർ ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ നടുക്കായിട്ടൊരു റെഡിഷ് കളറും അപ്പർ ലെയർ ബ്ലൂയിഷ് ഗ്രീൻ കളറുമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ. സോ ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ലോവർ ലെയർ ഫോം ചെയ്യുകയും, സോ ഇതിന് ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു? ഒരു റെഡിഷ് ബ്രൗൺ കളർ വരികയും അപ്പറിൽ ബ്ലൂയിഷ് ഗ്രീനും വരും. എനിക്ക് തോന്നുന്നു കെലർക്കിലിൻ ടെസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവണം. ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഐസൊലേറ്റ് ഗ്ലൈക്കോസൈഡ് ആണെങ്കിൽ, ഇനി പൗഡർഡ് ലീഫ് ആണെങ്കിലോ 1 ഗ്രാം പൗഡർ ലീഫ് എക്സ്ട്രാക്ട് എടുക്കുക, 10 ml of 70% ആൽക്കഹോൾ ആഡ് ചെയ്യുക, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് 5 ml ഫിൽട്ടറിലേക്ക് 10 ml വെള്ളം ആഡ് ചെയ്ത് 0.5 ml സ്ട്രോങ് സൊല്യൂഷൻ ഓഫ് ലെഡ് അസിഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക, എന്നിട്ട് ഫിൽട്ടർ ചെയ്യുക. ആ ഫിൽട്ടർ ചെയ്തിട്ട് 5 ml ക്ലോറോഫോം ചേർന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? എന്നിട്ട് ഒന്ന് പോഴ്സൺ ഡിഷിലേക്ക് വെക്കുക, എന്നിട്ട് മേലെ പറഞ്ഞ ടെസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ മേലെ പറഞ്ഞതുപോലെ ഗ്ലൈക്കോസൈഡിനെ പൗഡറിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ്
ആണ് ഈ താഴെ പറഞ്ഞ പ്രക്രിയ. സോ ഇത് ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻ്റ് അല്ല. കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും ഇങ്ങനെ ഈ ഒരു ഇത്രയും ഡീപ്പറായിട്ട് ടെസ്റ്റ് ചോദിക്കില്ല. കാര്യം നമുക്ക് ഗ്ലൈക്കോസൈഡിന് ടെസ്റ്റ് ആണ് നമുക്ക് ചോദിക്കേണ്ടത്. ഈ ഗ്ലൈക്കോസൈഡിന് എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ചോദിക്കാനുണ്ട്. ഇത് എങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കില്ല. ഇതൊരു റെഫറൻസ് ആണ്, ഭയങ്കര ഒരു അഡ്വാൻസ് ലെവലാണ്. സോ ബേസിക്കലി അത് മാത്രം മനസ്സിലാക്കിയത് കെലക്കിലിൻ ടെസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി യൂസ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഹാർട്ട് കണ്ടീഷൻസിനൊക്കെ ഉപയോഗിക്കുന്നു, ടോണിക് എഫക്റ്റ് കൊടുക്കുന്നു, പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് റിതമോ ഒക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും ഓക്സിജൻ ഡിമാൻഡൊക്കെ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ പറ്റുന്നു. ഹെർബൽ മെഡിസിൻ ആണ്, ഡയൂററ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇന്റേണൽ ഹെമറേജിനൊക്കെ കൊടുക്കാറുണ്ട്, ഇൻഫ്ലമേറ്ററി ഡിസീസിന് കൊടുക്കാറുണ്ട്, ഡെലീറിയം ട്രീറ്റ്മെന്റ്, എപ്പിലെപ്സിക്ക് കൊടുക്കാറുണ്ട്, അക്യൂട്ട് മാനിയക്ക് കൊടുക്കാറുണ്ട്, ക്യുമുലേറ്റീവ് എഫക്റ്റ് കൊടുക്കാറുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ എഫക്റ്റ് മാത്രം പഠിച്ചിട്ട് അകത്തുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യം അതൊന്നും നമുക്ക് ചോദിക്കില്ല. യൂസുകൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് മാത്രം പോയാൽ മതി. ടൈം കിട്ടുവാണെങ്കിൽ മാത്രം അകത്തുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കുക, അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. സോ അഡൾട്രേഷൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ വെർബാസ്കം തപ്സസ് അല്ലെങ്കിൽ മുലിയൻ ലീസ് വെച്ച് ചെയ്യാറുണ്ട്. സോ ബേസിക്കലി നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഫീച്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഐഡന്റിഫിക്കേഷൻ ഫീച്ചറൊന്നും ചോദിക്കില്ല, എന്താണ് അഡൾട്രന്റ് മാത്രം നോക്കിയാൽ മതിയാവും. സോ കവർ വിത്ത് ലാർജ്ലി വുളി ബ്രാഞ്ച്ഡ് കാൻഡിലബ്ര ട്രൈക്കോംസിന്റെ ഡിഫറൻസിലാണ് നമ്മൾ വെർബാസ്കസ് തപസസ് അറിയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് പ്രിമുല വൾഗാറിസ് ആണ്, അല്ലെങ്കിൽ പ്രിം റോസ് ലീസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലോങ് 8 to 9 സെൽ കവറിംഗ് ട്രൈക്കോംസ് ഇവിടെ ഉണ്ടായിരിക്കും. സോ കവറിംഗ് ട്രൈക്കോം വെച്ച് നമ്മൾ പിടിക്കുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് സിംപിറ്റിം ഒഫിസിനാലെ കോംഫ്രി ലീവ്സ് ആണ്. സോ ഇവിടെ മൾട്ടി സെല്ലുലർ ട്രൈക്കോംസ് ആയിരിക്കും. എല്ലാം നമ്മൾ ട്രൈക്കോം വെച്ചിട്ടാണ് പിടിക്കുക, അല്ലാണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല കൂടുതലും. സോ ട്രൈക്കോംസിന്റെ അളവ് വെച്ചിട്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഇനുല കൊനീസ, പ്ലൗഗ്മാൻസ് സ്പിഗ്നാർഡ്. സോ ഐഡന്റിഫൈ ചെയ്യണത് റഫ്നെസ് വെച്ചിട്ടും ലെസ് ഡിവൈഡ് മാർജിൻ വിത്ത് ടീത്ത് ഹാവ് ഹോണി പോയിന്റ്സ് ഉണ്ടായിരിക്കും, അത് മുള്ളുള്ള പോയിന്റ്സ് ഉണ്ടായിരിക്കും. ആൻഡ് എക്സിബിറ്റ് ഓർഡർ വെൻ ഡ്രോപ്ഡ്, നമ്മളിങ്ങനെ ഉരച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വൃത്തിയായിട്ട പന്ന മണമൊക്കെ അതിലുണ്ടാവും എന്നുള്ളതാണ്. സോ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ നോട്ട് എഴുതി പഠിക്കുവാണെങ്കിൽ ഐ എം ഡാം ഷുവർ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പം ഈ പേരുകൾ പറഞ്ഞ് പഠിക്കാൻ ഇച്ചിരി പാടാണ്, ബാക്കി എല്ലാം സിമ്പിളാണ്. അപ്പം നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് കാണാം. ബൈ.